ഹായ്, ഇത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഈ ഷവറിന് കംപ്ലൈന്റ് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത് നമ്മൾ ഷവറിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റി പോരുകയാണ്. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് കുറഞ്ഞ ചെലവിൽ കൂടുതൽ പൈസ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റോപ്പ് വർക്ക് കുത്തി പൊളിക്കാതെ നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ആ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവർക്കും ഉപകാരപ്പെടും. ഒരു ടെക്നീഷ്യനും ഇതിന് ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. അതായത് സ്റ്റോപ്പ് വർക്ക് നമ്മൾ ക്ലോസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ സ്റ്റോപ്പ് കോക്കിനകത്ത് വരുന്ന സ്പിൻഡലിൻ്റെ കംപ്ലയിൻ്റ് ആണിത്. അപ്പോൾ ഈ സ്പിൻഡലിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് തീർക്കണം. അപ്പോൾ ചിലപ്പോൾ സ്പിൻഡലിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതിനകത്തുള്ള സ്പിൻഡൽ നമുക്ക് റിമൂവ് ചെയ്ത് വേറെ പുതിയത് ഇവിടെ സ്ഥാപിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. അങ്ങനെ നമ്മൾ വാൾവ് ക്ലോസ് ചെയ്തിട്ടോ. ഇനി നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്റ്റോപ്പ് കോക്കിനൊന്ന് അയക്കണം കേട്ടോ. അപ്പോൾ അയക്കണമെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ചെറിയ സൂചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം മതിട്ടോ. ചെറിയ കൂർപ്പുള്ള എന്തെങ്കിലും സാധനം വേണം. ഇപ്പോൾ ഞാനിവിടെ സൂചി എടുത്തത്, സൂചി കൊണ്ടും പറ്റും, അല്ലെങ്കിൽ ചെറിയ സ്റ്റീലാണിയോ അല്ലെങ്കിൽ ആണിയാലും മതി. ഇത് നമ്മൾ ഇതേപോലെ ആദ്യം അയച്ചെടുക്കുക. അത് അയച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, എല്ലാം കൂടെ തിരിച്ചെടുക്കട്ടോ. നമ്മളതിന് ശേഷം ഈ ഫ്ലാഞ്ച് മെല്ലെ ഊരിയെടുക്കണം. ഇനി നമുക്ക് ഇതിനെ മെല്ലെ ഇങ്ങനെ തിരിച്ചാൽ തന്നെ കിട്ടും കേട്ടോ. ഇതിന് നമ്മൾ ഈ പ്ലെയറൊന്നും ഇട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. ഇനി സ്പിൻഡൽ എടുക്കണം, അതാണ് സ്പിൻഡൽ. അത് ഏറ്റവും നല്ലത്. ഇത് പ്ലെയറിലേക്ക് പ്ലെയർ എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ അഡ്ജസ്റ്റ് സ്പാൻഡർ ഉണ്ടെങ്കിൽ ഇതിനോട് പിടിച്ചാലും കിട്ടും. പതുക്കെ തിരിച്ചെടുക്കുക കേട്ടോ. തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈലൊന്നും പൊട്ടാൻ പാടില്ല. പൊട്ടാത്ത രൂപത്തിൽ പതുക്കെ തിരിച്ചെടുക്കുക. ഇപ്പോൾ അതാണ് ഇതിൻ്റെ സ്പിൻഡൽ കേട്ടോ. ഇനി ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ ഞാൻ ജസ്റ്റ് നോക്കട്ടെ. പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ സ്പിൻഡൽ നമുക്കിതിൽ മാറ്റി കൊടുക്കുക. ഇതേപോലത്തെ സാധനം വാങ്ങാൻ കിട്ടും. ഒരു ഏകദേശം ഒരു 200 രൂപ വില വരും കേട്ടോ. അത് വാങ്ങിയിട്ട് നമുക്ക് മാറ്റിയാൽ മതി. അത് ഞാൻ വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റിയ സാധനം. അതാണ് ഇതിപ്പോൾ 200 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. ഇത് നമുക്ക് ഏത് കടയിലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇങ്ങനെ കൊടുത്താലും മതി. പക്ഷേ ഇതിന് ആവശ്യമില്ല, ഞാൻ ഇത് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും നോക്കട്ടെ. എന്താണ് നമ്മൾ ഊരിയ സ്പിൻഡൽ. അപ്പോൾ ഇതിൻ്റെ ഈ വാഷർ ആദ്യം നമ്മൾ റിമൂവ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു സെറാമിക്കിൻ്റെ ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്കിലാണ് കുഴപ്പം തോന്നുന്നത്. ഇതിന് അകത്ത് എന്തോന്ന് കയറി കൂടിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത് വലിയൊരു കംപ്ലയിൻ്റ് ഇല്ല. ഇവിടെ ചില സ്പിൻഡലിന് ഇവിടെ പൊട്ടുണ്ടാവും. ഈ ഭാഗത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. പൊട്ടാത്തത് കൊണ്ട് ഞാനത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വലിയൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സെറാമിക്കിൻ്റെ ഡിസ്ക് എന്താ പോന്നിട്ടോ. ഈ കാണുന്നത് രണ്ടും സെറാമിക്കാണ്. അപ്പോൾ ഇതിനകത്ത് എന്തോ സാധനം കേട്ടോ. ചെറിയ കല്ലിൻ്റെ തരികൾ കാണുന്നുണ്ട്. ഇതുണ്ടോ, ചെറിയ തരി ഇതുപോലത്തെ എന്തോ സാധനം കുടുങ്ങിയതാണ് ഇതിനകത്ത് കാണുന്നത്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഇതുകൂടെ ഒന്ന് അയച്ചു നോക്കാം കേട്ടോ. ഇവിടെ അയച്ചിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് അറിയണമല്ലോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ. ഇവിടെ വാഷറുണ്ട്. ഈ വാഷറൊന്നും കംപ്ലയിൻ്റ് ആയില്ല കേട്ടോ. ഇവിടെ ചെറിയ റബ്ബറിൻ്റെ വാഷറുണ്ട്. ഈ റബ്ബറിൻ്റെ വാഷർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഈ സ്പിൻഡലിൻ്റെ ഇതിനകത്തൂടെ വെള്ളം ലീക്ക് എടുക്കും. പക്ഷേ ആ പ്രശ്നമൊന്നും ഇതിനില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു കുഴപ്പമോടെ കാണില്ല. ഇവിടെ ഗ്രീസൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രീസൊക്കെ കൊടുക്കൽ ആവശ്യമാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഞാൻ രണ്ടാമത് ഇതിലേക്ക് തന്നെ ഇട്ട് നോക്കുകയാണ്. നമുക്ക് ഈ ലോക്ക് ഇടണം കേട്ടോ. ഇവിടെ ലോക്കുണ്ട്. ഈ ലോക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ലോക്ക് ഇടുന്നതിന് മുമ്പ് ഇതിന് മെല്ലെ ഇങ്ങനെ ഇടത്തെ ഭാഗത്തേക്ക് എടുക്കുകയും ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ഇടാനുള്ള സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ലോക്ക് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സെറാമിക്കിൻ്റെ ഡിസ്ക് ഇടുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ലോക്കുണ്ട്. ഇത് തമ്മിൽ തിരിയാനുള്ളതാണ്. അതിനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. വെള്ളം പ്രസ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് കറക്റ്റ് സ്ഥലത്ത് നിൽക്കും. ഇനി നമുക്ക് ഈ സെറാമിക്കിൻ്റെ ഈ ഡിസ്കിൻ്റെ ഭാഗം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം താഴേക്ക് വരണം കേട്ടോ. അതേപോലെ കറക്റ്റ് ചെയ്തിട്ട് പതുക്കെ അങ്ങോട്ട് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, അത് ലോക്ക് ഇങ്ങനെ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ കണ്ടോ, ഓപ്പൺ ആവുന്നു, ലോക്കായി, ഓപ്പണായി. ഇനി വാഷർ, റബ്ബറിൻ്റെ ഈ വാഷർ മെല്ലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
സംഗതിയിൽ ഇത് ലോക്കായിട്ടാണ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ത്രെഡ് സീലൊന്നും കൊടുക്കരുത്. ഇവിടെ റബ്ബറിൻ്റെ ഒരു വാഷറുണ്ട്. ഈ വാഷറിലോട്ട് ത്രെഡ് സീലിൻ്റെ ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ടൈറ്റ് കൊടുക്കുക. ഓവർ ടൈറ്റ് ആക്കരുത് കേട്ടോ, പൊട്ടിപ്പോവും ഉള്ളിലുള്ള സാധനം. അതുകൊണ്ട് വളരെ പതുക്കെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അതൊക്കെ തിരിച്ച് കയറ്റാം. ഇനി അടുത്ത് നമ്മൾ ഫ്ലാഞ്ചാണ്. ഫ്ലാഞ്ച് വളരെ ക്ലിയർ ആയിട്ട് നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. പല വീടുകളിലും പോയി കഴിഞ്ഞാൽ ഈ ഫ്ലാഞ്ച് കാണാൻ ഇളകി കളിച്ച് നിൽക്കുന്നു. ഇനി നമ്മളിതിൻ്റെ ഹാൻഡിൽ ഒന്ന് കുടിക്കി കൊടുക്കുക. ഹാൻഡിൽ നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ പിടി ഏത് ഭാഗത്തേക്ക് ആക്കി കൊടുക്കട്ടെ. ഞാൻ അങ്ങനെ കൊടുത്ത് ഞാൻ ഓപ്പൺ ആക്കുന്നത് ഇങ്ങനെ നേരെ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എനിക്കത് സൗകര്യം തോന്നി. അപ്പോൾ ഇതാ ഷവർ നല്ല വർക്കിങ്ങിലാണ്. ഇനി ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കുക, എൻ്റെ അവസ്ഥ എന്ന് അറിയണമല്ലോ. കറക്റ്റായി, ഒരു തുള്ളി വെള്ളം ലീക്കില്ല, കണ്ടോ, തുള്ളി പോലുമില്ല. ഇനി വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്യാണ്, വീണ്ടും ക്ലോസ് ചെയ്യാണ്. നിൽക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.